വെട്ടിച്ചിറ ഭാഗത്തുള്ള NH-66 ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പുത്തനത്താണി നിന്ന് വെട്ടിച്ചിറ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ വിശദമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ നാഷണൽ ഹൈവേ. വലത് ഭാഗത്ത് കാണുന്ന ഈ ഒരു പാലം NH-66 ഭാഗമായിട്ടുള്ള പാലമാണ്. ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു ചെരിഞ്ഞൊരു ഇറക്കമാണ്. വലത് ഭാഗത്തായിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ പാലത്തിൽ നിന്നും ഇറങ്ങി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മണ്ണുകളൊക്കെ നിരപ്പാക്കി വിശാലമായ ഒരു ഏരിയ തന്നെയാണ് NH-66 വർക്കിന് വേണ്ടി ഇവർ സജ്ജമാക്കി വെച്ചിട്ടുള്ളത്. വലത് ഭാഗത്ത് തെങ്ങും തോപ്പുകളും മരങ്ങളും അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ വീടുകളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഭംഗി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇടത് ഭാഗത്ത് നമ്മുടെ ആദ്യത്തെ ഹൈവേയിൽ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ട് റോഡായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് NH-66 വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇടത് ഭാഗത്ത് ഇപ്പോൾ കാണാം വെട്ടിച്ചിറ ഭാഗത്തുള്ള ആ വലിയൊരു വീട് ഇപ്പോൾ കാണാം. ഈ വീടിൻ്റെ മുൻഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. വീണ്ടും നമ്മൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ NH-66 വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരുപാട് വാഹനങ്ങൾ മണ്ണുകൾ നിരപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രോൺ ഒന്ന് പൊക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വെട്ടിച്ചിറ ടൗണിൻ്റെ ഭാഗം നമുക്ക് വിശദമായി തന്നെ കാണാൻ പറ്റും. രണ്ട് സൈഡിലും സർവീസ് റോഡുകളുണ്ട്. അതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും വേഗത്തിൽ ചീറിപ്പാഞ്ഞ് പോകാൻ NH-66 റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിച്ചിറ ടൗണിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് കാണാം. ഈ അണ്ടർപാസിൻ്റെ ഇടതുവശത്ത് കൂടെയാണ് കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്നത്. ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഉയരം കൂടിയ ഒരു ഭാഗമാണ്. കാരണം അണ്ടർപാസ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഉയരത്തിലാണ് വെച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ട് സർവീസ് റോഡും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഒന്നാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് അവരുടെ NH-66 വർക്കിൻ്റെ എക്യുപ്മെൻറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ദൂരത്തുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ NH-66 ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ തിരിച്ചു വരികയാണ്. ഈ കണ്ട പാലം നമ്മൾ ആദ്യം കണ്ട പാലം തന്നെയാണ്. ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് പുത്തനത്താണി ഭാഗത്തേക്കാണ്. ഈ പാലം കഴിഞ്ഞ ഇടത് ഭാഗത്ത് ഒരു പള്ളി കാണാം. ആ പള്ളി കഴിഞ്ഞിട്ട് ഇടതുവശത്തേക്ക് പോകുന്ന ആ റോഡ് കുട്ടികളത്താണി ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത്.